അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. ആംബുലൻസുകൾ അരമണിക്കൂറിലധികം ബ്ലോക്കിൽ കുടുങ്ങിയതിനെ തുടർന്നാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. എനിക്ക് ഈ പുറകിലേക്ക് കാണുന്ന ഈ സ്ഥലത്താണ് ആംബുലൻസുകൾ രണ്ടും ബ്ലോക്കിലായി കുടുങ്ങുന്നത്. ഒന്ന് എടരിക്കോട് സ്വദേശി സുലൈഖയും അതുപോലെ വള്ളിക്കുന്ന് സ്വദേശി ഷജിൽ കുമാറുമാണ് മരിച്ചത്. 5 മിനിറ്റ് മുൻപെങ്കിലും എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രണ്ടുപേരെയും രക്ഷിക്കാമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നതെന്നൊക്കെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ദേശീയപാതയുടെ നിർമ്മാണം നടന്നു വരുന്ന സ്ഥലം, പണി പൂർത്തിയായി തുറന്നുകൊടുത്ത സ്ഥലമൊക്കെ ചേർന്ന് വരുന്ന ഭാഗമാണ് കാക്കഞ്ചേരിയിൽ. നാട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട്. ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്ഥിരം അനുഭവം കാഴ്ചയാണോ? ഇവിടെ നിത്യ സംഭവമാണ്. കാരണം ഈ ഹൈവേന്റെ പണി തുടങ്ങി അന്ന് മുതൽക്ക് ഇവിടെ നിരന്തരമായ ബ്ലോക്കുകൾ. കാരണം മണിക്കൂർ കണക്കിന് ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം ഇവിടുന്ന് കാക്കഞ്ചേരി ഇവിടുന്ന് വളവിന്റെ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇടുമുഴിക്കൽ അങ്ങാടി വരെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പം കുറഞ്ഞ കാലം കൊണ്ട് ഈ കാക്കഞ്ചേരിയിലെ റോഡ് പണി കാരണം ഭയങ്കര ബ്ലോക്ക്. ഒരു ആംബുലൻസ് പോലും കടന്നു പോകാൻ. ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓരോ ചുമതല. ആ റോഡ് പൊളിഞ്ഞ് കിടക്കണോണ്ട് ആ സ്ട്രക്ചറിൽ പോലും ഒരു രോഗിക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം. മണിക്കൂർ കണക്കിന് നമ്മൾ ഇവിടെയുള്ള ടാക്സി ഡ്രൈവർമാർ നിരന്തരം ഇവിടെ റോഡിൽ റോങ് സൈഡിൽ വണ്ടി കയറ്റിയിട്ട് കടത്തി വിടുക ചെയ്യാറ്. കാരണം ഇവിടെ ബ്ലോക്ക് വരുന്ന സമയത്ത് ഒരു എമർജൻസി വാഹനം വരികയാണെങ്കിൽ അതിനും കടന്നു പോകാനുള്ള സൗകര്യം ഈ റോഡ് കൊണ്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊരു നടപടി വേണം. കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ റോഡിന്റെ പണി പെട്ടെന്ന് തീർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എമർജൻസി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഒരു എക്സ്ട്രാ വൈകായിട്ട് എവിടെയെങ്കിലും ഒന്ന് കണ്ടുവെക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതുപോലുള്ള മരണങ്ങൾ ഇനി ആവർത്തിക്കും. നിങ്ങൾ സാധാരണ സർവീസ് റോഡിനെയാണ് ആശ്രയിക്കാറ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് പതിവാണോ? അധിക ദിവസം പതിവാണ്. ഇവിടെ നിന്നാണ് നമുക്ക് 30 രൂപയുടെ ഹോട്ടൽ കാക്കഞ്ചേരി. അതിന് അരമണിക്കൂർ 1 മണിക്കൂറോളം നമ്മൾ അവിടെ നിൽക്കണം. അവിടെ എത്തണമെങ്കിൽ അത്രയ്ക്കും ബ്ലോക്ക് ആവും. അതിൻ്റെ ഇടയിൽ അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സഹകരണവും ഇല്ല. അവർ ആ കോൺക്രീറ്റ് ഫുള്ളായി ലെവൽ നോക്കിയൊക്കെ ലാസ്റ്റ് വണ്ടി എടുത്ത് മാറ്റുക തന്നെ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പിന്നെ സ്ലാബ് സർവീസ് റോഡ് 2 സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് നമുക്ക് ആ സൈഡ് അടുപ്പിച്ച് പോകാനൊന്നും നല്ല സൗകര്യം. ട്രിപ്പുകളൊക്കെ വൈകിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആംബുലൻസുകൾ പെട്ടുപോകുമ്പോൾ എന്താ ചെയ്യാ? ഇപ്പോൾ 2 പേര് മരിച്ചു. അത് തന്നെയാണ് ഇപ്പൊ ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ അധിക ദിവസം ഈ ഇതുണ്ട്. നിങ്ങൾ ഇവിടെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് തുടങ്ങും. നല്ല ബ്ലോക്കാണ് ഏത് ടൈമിനും. എന്തായാലും അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട 2 പേർ ബ്ലോക്കിൽ കുടുങ്ങുന്നു. ബ്ലോക്ക് അഴിക്കാനുള്ള പരിശ്രമം അത് വിജയിക്കാതെ അരമണിക്കൂറോളം സമയം നഷ്ടമാകുന്നു. സമീപ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് മുൻപെങ്കിലും രോഗികളെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ഡോക്ടർമാർ അറിയിക്കുന്ന ഒരു അവസ്ഥ. ഏതെങ്കിലും വിധത്തിൽ ഇടപെടൽ വേണം. പരിഹാരം അടിയന്തരമായി തന്നെ വേണ്ടതാണ്.